ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ. ഈ മാസം 15-ന് ആരംഭിക്കാനിരിക്കുന്ന ബുച്ചി ബാബു ട്രോഫിയിൽ ഇഷാൻ കളിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടൂർണമെന്റിൽ ജാർഖണ്ഡിനെ നയിക്കുന്നതും ഇഷാനാണ്. നേരത്തെ പ്രഖ്യാപിച്ച ജാർഖണ്ഡ് ടീമിൽ ഇഷാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ടൂർണമെന്റിൽ കളിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് ഇഷാൻ സ്വയം മുന്നോട്ട് വന്നതോടെ താരത്തെ ക്യാപ്റ്റനായി ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ നിയമിക്കുകയായിരുന്നു. ഈ മാസം 14-ന് ഇഷാൻ ചെന്നൈയിൽ ടീമിനൊപ്പം ചേരുമെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം നടന്ന വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ കളിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ താരമാണ് ഇഷാൻ കിഷൻ. വെസ്റ്റ് ഇൻഡീസിൽ ഇന്ത്യ കളിച്ച 2 ടെസ്റ്റുകളിലും ഇഷാൻ ഇറങ്ങി. അതിനുശേഷം റെഡ് ബോൾ ക്രിക്കറ്റിൽ താരം കളിച്ചിട്ടേയില്ല. കഴിഞ്ഞ വർഷം അവസാനം നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇഷാനെയും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വിശ്രമം ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഈ വർഷം ഇംഗ്ലണ്ടിനെതിരെ നടന്ന 5 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലും ഇഷാൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, രഞ്ജി ട്രോഫിയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. ഇതോടെ കലിപ്പിലായ BCCI വാർഷിക കരാർ പട്ടികയിൽ നിന്ന് താരത്തെ ഒഴിവാക്കുകയും ചെയ്തു. ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് ഇനിയും മാറി നിന്നാൽ കരിയർ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയതോടെ ഇഷാൻ പുതിയ സീസണിൽ തന്റെ സംസ്ഥാന ടീമിനായി കളിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. ഇന്ത്യ ദൈർഘ്യമേറിയ ഒരു ടെസ്റ്റ് സീസണ് തയ്യാറെടുക്കുമ്പോഴാണ് ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നത്. അടുത്ത 5 മാസങ്ങൾക്കിടെ 10 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കേണ്ടത്. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുകയാണ് ഇഷാന്റെ ലക്ഷ്യം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഇഷാന് ഒട്ടും എളുപ്പമാകില്ല. ടീമിന്റെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ഋഷഭ് പന്തായിരിക്കും കളിക്കുക. ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി രാജസ്ഥാൻ റോയൽസ് താരം ധ്രുവ് ജൂറൽ എത്താനാണ് സാധ്യത. ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനമായിരുന്നു ജൂറലിന്റേത്. കഴിഞ്ഞ വർഷം അവസാനം വരെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു ഇഷാൻ കിഷൻ. ക്രിക്കറ്റിൽ നിന്ന് വിശ്രമം എടുക്കാൻ സ്വയം തീരുമാനിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടകാലവും തുടങ്ങിയത്. ഇതുവരെ ഇന്ത്യക്കായി 2 ടെസ്റ്റുകളും 27 ഏകദിനങ്ങളും 32 T20 മത്സരങ്ങളും ഇഷാൻ കിഷൻ കളിച്ചിട്ടുണ്ട്. ടെസ്റ്റിൽ 78, ഏകദിനത്തിൽ 933, T20യിൽ 796 എന്നിങ്ങനെയാണ് താരത്തിന്റെ റൺ നേട്ടം. സമാന രീതിയിൽ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത് ലക്ഷ്യമിട്ട് കളിക്കാൻ ഒരുങ്ങുകയാണ് സൂര്യകുമാർ യാദവ്. 3 ഫോർമാറ്റുകളിലും ഇന്ത്യക്കായി കളിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയ സൂര്യകുമാർ യാദവ് ബുച്ചി ബാബു ട്രോഫിയിൽ കളിക്കുന്നത് ഈ സീസണിലെ റെഡ് ബോൾ ടൂർണമെന്റുകൾക്കായുള്ള മികച്ച മുന്നൊരുക്കമാകുമെന്നും വ്യക്തമാക്കുകയായിരുന്നു. ബുച്ചി ബാബു ട്രോഫിയിൽ മുംബൈ ടീമിന് വേണ്ടിയാണ് സൂര്യകുമാർ യാദവ് കളിക്കുക. ഈ ടൂർണമെന്റിൽ കളിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച സൂര്യകുമാർ യാദവ് സ്വയം മുന്നോട്ട് വരികയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുംബൈയുടെ ചീഫ് സെലക്ടറായ സഞ്ജയ് പാട്ടീലും വ്യക്തമാക്കിയിട്ടുണ്ട്. ടെസ്റ്റ് ടീമിലേക്ക് ഏതു വിധേനയും തിരിച്ചെത്തുക എന്നതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ മാത്രമാണ് സൂര്യകുമാർ യാദവ് കളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഈ മത്സരം. 8 റൺസ് മാത്രമാണ് ഈ കളിയിൽ താരത്തിന് നേടാനായത്. ഇതിനുശേഷം പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തായ സൂര്യകുമാർ യാദവിന് പിന്നീട് ടെസ്റ്റ് സംഘത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചില്ല. അടുത്ത മാസം 19-ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാവുകയാണ്. ഇതിനു മുൻപ് നടക്കാനിരിക്കുന്ന ബുച്ചി ബാബു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹം വീണ്ടും പരിഗണിക്കപ്പെട്ടേക്കും.